കേരള സൂപ്പർ ലീഗിൽ കാലിക്കറ്റ് എഫ്സിക്ക് തകർപ്പൻ ജയം. കരുത്തരായ മലപ്പുറം എഫ്സിയെ എതിരില്ലാത്ത 3 ഗോളിനാണ് തോൽപ്പിച്ചത്. ഗനി നിഗം ഇരട്ട ഗോൾ നേടി. കെരവൻസ് ബെൽഫോർട്ടാണ് 3ാം ഗോൾ കണ്ടെത്തിയത്. ജംഷീർ കൊടിഞ്ഞിയുടെ റിപ്പോർട്ട് കാണാം. പയ്യനാട് സ്റ്റേഡിയത്തിൽ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് കോഴിക്കോട് വിജയിച്ചിരിക്കുന്നു. എങ്ങനെയുണ്ടായിരുന്നു മത്സരം? നല്ല ഉഷാറാണ്. മലപ്പുറത്തിന്റെ മണ്ണിൽ വന്നിട്ട് കാലിക്കറ്റിന് ഇതേപോലെ 3-0 ഒരു വൻ വിജയം കാഴ്ചവെച്ചതിൽ നല്ലൊരു സന്തോഷമുണ്ട്. ഈ 3 അടിക്കുന്ന പ്രതീക്ഷയിരുന്നു ഒരിക്കലും ഇല്ല. പക്ഷെങ്കിൽ നമ്മളുടെ എന്താ പറയാ ഫാൻസും അതേപോലെ തന്നെ പ്ലേയേഴ്സും നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു രീതിയിൽ ഒരു നല്ലൊരു വിജയം കാഴ്ചവെച്ചതിൽ നല്ലധികം സന്തോഷം. ഞങ്ങൾ ഫസ്റ്റ് ഹാഫ് ലേശം പതിനെങ്കിലും സെക്കൻഡ് ഹാഫ് ഞങ്ങൾ തിരിച്ചു വന്നു. 3 കൊടുത്തു. മലപ്പുറംകാരെ ഹോം ഗ്രൗണ്ടിൽ വന്ന് 3 കൊടുത്തിരിക്കുന്നു. ഞങ്ങൾക്ക് ഞങ്ങളെ സ്വന്തം വേങ്ങരക്കാരുടെ മുത്ത് അർഷാഫ് മാരക കളി കോഴിക്കോടിന് വേണ്ടി കളിക്കുന്ന ഞങ്ങളെ വേങ്ങരക്കാരൻ അർഷാഫ് ഒന്നും പറയില്ല, മാരകം അടിപൊളി കളി. കളി ഞങ്ങൾ തോറ്റെങ്കിലും വിഷയമാക്കണ്ട. ഞങ്ങൾ അടുത്ത കളി തിരിച്ചടിച്ച് ഞങ്ങളെ ഫാൻസിനെ ഞങ്ങളെ കളിക്കാരെ ഞങ്ങളെ ഫാൻസിനെ നല്ല രീതിയിൽ കളിച്ച് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഞങ്ങള് അടുത്ത കളി ജയിച്ച് മുന്നേറാനുള്ള പ്ലാനിങ് തന്നെയാണ്. ഇത് ഞങ്ങളെ തോൽവി ഞങ്ങളുടെ വിജയത്തിന്റെ ഒരു തുടക്കമായിട്ട് ഞങ്ങൾ ഇതിനെ കാണുന്നുണ്ട്. അടുത്ത ഉണ്ടാവും. ഞങ്ങൾ മലപ്പുറക്കാർക്ക് സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് അതുപോലെ വിഷയമല്ല. അടുത്ത മാച്ച് ഞങ്ങൾ പക്കായിട്ട് വിജയിക്കും. ഇതിന്റെ ഒരു പകയായിട്ട് അടുത്ത മാച്ച് കോഴിക്കോടിൽ വെച്ചിട്ട് തന്നെ ഞങ്ങൾ തിരിച്ചടിക്കുന്നതാണ്. കാലിക്കറ്റിന്റെ തറവാട്ട് കേറിയിട്ട് നമുക്ക് ഇതിന്റെ മറുപടി കൊടുക്കാൻ ഇപ്പോഴേ കാത്തിരുന്ന നമ്മള് തീർച്ചയായിട്ടും ഇതിന്റെ ഇരട്ടി ഗോളില് അവരെ തറവാട്ട് കയറിയിട്ട് ഞങ്ങൾ കൊടുത്തിരിക്കും മറുപടി. 3 എന്നാൽ അതിൽ കൂടുതൽ ഞങ്ങൾ കൊടുത്തിരിക്കും. ഇന്നത്തെ മത്സരത്തിൽ ഒരു കോർഡിനേഷൻ്റെ ഒരു കുറവുണ്ടായിരുന്നു. പാസ്സൊക്കെ ഒന്ന് ശ്രദ്ധിക്കാമായിരുന്നു. അവർ ഫസ്റ്റത്തെ 2 ഗോൾ വാങ്ങിയപ്പോൾ തന്നെ ടീമാകെ സ്ട്രെങ്ത് ടയേർഡായി ടീം സ്ട്രെങ്ത് കുറഞ്ഞു. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് വരണം. പിന്നെ ഫസ്റ്റ് ജയിച്ചല്ലോ, രണ്ടാമത്തെ ഒരു പരാജയം കിടക്കട്ടെ. അതെ, വിജയത്തിലേക്കുള്ള ചവിട്ടുപടി ആട്ടെ. അടുത്തത് അവരെ തട്ടകത്തിൽ പോയിട്ട് നമുക്ക് തിരിച്ച് 3 പോയിന്റുമായിട്ട് വരാം. വിജയിക്കും എന്നുള്ള 100% ഒരു കോൺഫിഡൻസോട് കൂടിയാണ് വന്നിട്ടുള്ളത്. കുഴപ്പമില്ല, നല്ല അവസരങ്ങൾ മിസ്സായി പോയി പോലെ തോന്നി. ഇതൊക്കെ നമുക്ക് പരിഹരിച്ച് മുന്നോട്ട് പോകും. അതെ, ഏതായാലും മലപ്പുറത്തെ ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കുന്നവരാണ്. അതുകൊണ്ട് ഈ ഒരു പരാജയം അതൊരു പരാജയമായി കാണുന്നില്ല. അവർ അടുത്ത മത്സരത്തിൽ ഇത് തിരിച്ചു പിടിക്കും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് മലപ്പുറം നമുക്കറിയാവുന്ന പോലെ ഫുട്ബോളിന്റെ ഈറ്റിലമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചില പോരായ്മകൾ ഫിനിഷിംഗിന്റെ കുറവൊക്കെ ഉണ്ട് എന്നാണ് ആരാധകർ പറയുന്നത്. അതൊക്കെ പരിഹരിച്ച് വരും മത്സരത്തിൽ വലിയ വിജയം നേടുമെന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് പയ്യനാട്ടെ ഈ മലപ്പുറത്തെ ഫുട്ബോൾ ആരാധകർ ഉള്ളത്. ജംഷീർ കൊടിഞ്ഞി, മീഡിയ 1, മലപ്പുറം.